സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സന്ധ്യാവന്ദനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് അതിനു മുമ്പുള്ള കൊടിയേറ്റം കഴിഞ്ഞുള്ള ഈ ധന്യമുഹൂർത്തത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രണാമം. വളരെ വളരെ ഐശ്വര്യപൂർണമായ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ഒരു ജനസാഗരത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കുക അതൊരു പുണ്യമാണ്. അത്രയും ധന്യമായിരുന്നു ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി. അത്ര ധന്യമായിരുന്നു. അനവധി ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ടും ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അസിസ്റ്റന്റ് പൂജാരിയായിട്ടും ജഗദീശ്വര അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 47 വർഷം മുടങ്ങാതെ വേദം വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിലും ഈ അമ്പലത്തിനകത്തേക്ക് കയറിയപ്പോൾ അനുഭവിച്ച, കേട്ട, കണ്ട, അനുഭവിച്ച ആ ഒരു ധന്യത അത്യപൂർവമായിരുന്നു, സമുജ്വലമായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെയാണ്. ഈശ്വരന് അമ്പലത്തിന്റെ ആവശ്യമില്ല, ഒരവതാരവും പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ പൂജിക്കണം എന്ന്. മറിച്ച് നിങ്ങൾക്ക് എന്നെ സ്മരിക്കണമെന്ന് തോന്നിയാൽ കരിങ്കല്ലിന്റെ വിഗ്രഹമോ, മാർബിളിന്റെ വിഗ്രഹമോ, പഞ്ചലോഹ വിഗ്രഹമോ, ചിത്രമോ, ദാരു ശില്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ സ്മരിക്കാം. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്, ഉദ്ധവരോട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അത്രയും ധന്യമായി ക്ഷേത്രത്തിൽ വന്ന് ഈ കൊടിയേറ്റം കാണാൻ സാധിക്കുക 7 ജന്മം 7 തലമുറ പുണ്യമാണ്. ആ കൊടി ഏറ്റവും ചുവടറ്റം മുതൽക്ക് ഏറ്റവും മുകളറ്റം വരെ എത്തുന്ന ഏതാണ്ട് 7 സെക്കൻഡ് സമയം, 7 സെക്കൻഡ് അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതൊരു ജന്മാന്തര പുണ്യമാണ്. അത് കാണാനും അത് അനുഭവിക്കാനും കാത്തു നിൽക്കുന്ന 6 കരക്കാരെ കണ്ടപ്പോൾ ഒരു അത്യസാധാരണമായ ഒരനുഭൂതിയാണ് ഈ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ തോന്നിയത്, അനുഭവിച്ചത്, അറിഞ്ഞത്. അതുപോലെ ഭാരവാഹികളുടെ പെരുമാറ്റം, സംസാരം, മുഖഭാവം, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് ആധാരമാണ്, അക്ഷരാർത്ഥത്തിൽ ആധാരമാണ്. വളരെ സന്തോഷം തോന്നുന്ന അനുഭൂതിയുടെ ഒരു പ്രവാഹം. ഏതായാലും എല്ലാവരോടും എനിക്ക് എക്കാലവും പറയാനുള്ളത്, നമ്മൾ ഈ ഭൂമിയിൽ ഏതാണ്ട് 60, 70, 80, 85 വയസ്സുവരെ ജീവിക്കുന്നു. അടുത്ത കാലത്ത് ജഗി വാസുദേവ് ആരാധ്യനായ സ്വാമി പറഞ്ഞു, നമ്മളുടെയൊക്കെ മനസ്സിലൊരു ധാരണയുണ്ട്
സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിനെ അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കണം എന്ന ധാരണ ഓർമ്മിക്കുക. ഒരു കുമിള പോലെ, വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു കുമിള പോലെ നമ്മൾ കുറച്ചു കാലം മുമ്പ് ഇവിടെ വന്നു, കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നു. ഈ ജീവിതം എന്ന മഹാത്ഭുതത്തില് എത്ര കാലം ജീവിക്കുന്നു? ഈ ഭൂമിയില് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു. ജീവിതം എന്നുള്ളത് അത്ഭുതകരമായ പ്രതിഭാസം. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ചിരിച്ചും ചിരിപ്പിച്ചും സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും ആനന്ദിച്ചും ആനന്ദിപ്പിച്ചും ജീവിക്കാനാണ് നമ്മളുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ മനസ്സ്. ആ മനസ്സിൽ നിൽക്കേണ്ട ചിന്തകള്, ആ ചിന്തകളിലൂടെ ഉരുത്തിരിയുന്ന കർമ്മങ്ങള്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കർമ്മഫലം, പിന്നെ കർമ്മത്തിന്റെ പ്രതിഫലം. 5 വാക്കുകള്: മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മഫലം, കർമ്മപ്രതിഫലം. ആ മനസ്സിലേക്കാണ് ഭാരതീയ ഋഷിവര്യന്മാര് എക്കാലവും നോക്കാൻ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ മനസ്സിനെ ശരിയാക്കൂ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവും. മനസ്സിനെ അസതോമ സദ്ഗമയ, മനസ്സിനെ തമസോമ ജ്യോതിർഗമയ, മനസ്സിനെ മൃത്യോർമ അമൃതം ഗമയ. ഈ ലോകത്തിലെ ഏത് തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും അയാളുടെ വ്യക്തിപരമായ, കുടുംബപരമായ, സമൂഹപരമായ, സ്ഥാപനപരമായ, പ്രസ്ഥാനപരമായ, രാഷ്ട്രപരമായ ഏത് കാര്യത്തിലും അവൻ ആദ്യം നിയന്ത്രിക്കേണ്ടത്, സംയമനം ചെയ്യേണ്ടത് മനസ്സിനെയാണ്. ആ മനസ്സ് നന്മയിൽ പോയാലേ, നന്മയിൽ നിന്നാലേ, നന്മയിൽ മുഴുകിയാലേ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുള്ളൂ. ജീവിതത്തിൽ സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. ജീവിതം അത് ജീവിതം, അതാണ് ജീവിതം. അല്ലാതെ ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ളൊരു ജീവിതം ഉണ്ടാവില്ല, ദുഃഖം മാത്രമുള്ളൊരു ജീവിതം ഉണ്ടാവില്ല. സന്തോഷവും ദുഃഖവും എല്ലാവർക്കും എക്കാലവും മാറി മാറി വരുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നമുക്ക് നാം പണിവതാകാം. നരകവും അതുപോലെ നടുക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകിൽ നേടിയിടാം. നമുക്ക് നാമേ പണിവതാകാം, നരകവും അതുപോലെ. ആ മനസ്സിനെ ഒന്ന് ധന്യമാക്കാൻ ശ്രമിക്കുക.
അതിനുള്ള ഇച്ഛാശക്തി മനസ്സിൽ നിറയ്ക്കുക. മനസ്സില് ഇച്ഛാശക്തി നിറയ്ക്കുക. നമ്മുടെ ഭാര്യയില്, ഭർത്താവില്, അച്ഛനില്, അമ്മയില്, മക്കളില് മനസ്സിനകത്ത് ഇച്ഛാശക്തി നിറയ്ക്കുക. തലച്ചോറിനകത്ത് ജ്ഞാനശക്തി നിറയ്ക്കുക. ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി നിറയ്ക്കുക. ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു വരി നിങ്ങൾ കേട്ട് കാണും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യേ നമഃ. ഇച്ഛാശക്തി മനസ്സിലും, ജ്ഞാനശക്തി തലച്ചോറിലും, ക്രിയാശക്തി നമ്മുടെ ശരീരാവയവങ്ങളിലും ജീവിതത്തിന്റെ അവസാന ദിവസം വരെ പ്രഗത്ഭനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ മഹാകവി പറഞ്ഞതുപോലെ എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മളെല്ലാം ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ലാസ്റ്റ് സെഞ്ചുറി we were not here. Next century this year also we will not be here. How long we are living, less important. How we are living. എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു, അത് നമ്മളുടെ മനസ്സ്. ആ മനസ്സിനെ ഉയർത്താൻ, ആ മനസ്സിനെ വളർത്താൻ, ആ മനസ്സിനെ ഉണർത്താൻ നമ്മളുടെ ഋഷിവര്യന്മാർ 10,000-ലധികം വർഷത്തെ പൈതൃകമുള്ള ഭാരതീയരോട് 10,000-ലധികം വർഷം BC 8125 BC 8175 AD 2100 വരെ 2023 വരെ ഈ 10,000 വർഷക്കാലം 500 തലമുറ നമ്മളുടെ പൂർവികര് മനസ്സിന് മാറ്റം വരുത്താൻ 5 കാര്യങ്ങൾ പറഞ്ഞു. വെറുതെ ഒന്ന് കേൾക്കണം, മനസ്സിലുണ്ടാവണം. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അതിനകത്ത് ആയിരക്കണക്കിന് കഥകളിലൂടെ എന്നോടും നിങ്ങളോടും നമ്മുടെ പൂർവികര് പറഞ്ഞു. ആ കഥകൾ കേട്ട് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തു, വളർത്തു. അപകർഷത, ദുഃഖം, വേദന, തടസ്സങ്ങള്, ഭയം, അഹങ്കാരം, അഹംഭാവം എത്രത്തോളം മാറ്റാൻ സാധിക്കുമോ മാറ്റൂ. അതിന് നിങ്ങൾക്ക് കഥകൾ പ്രയോജനപ്പെടുമെങ്കിൽ, കഥകൾ കേട്ട് മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ലെവലാണ് നമ്മളെങ്കിൽ, കഥകൾ കേട്ട് മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന സാധാരണക്കാരുടെ ലെവലിലാണ് നമ്മളെങ്കിൽ ആ കഥകൾ കേൾക്കൂ. ആ കഥകൾ കഥകളാണെന്ന് അറിഞ്ഞുകൊണ്ട് കേൾക്കൂ. ആ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് നമ്മളുടെ മനസ്സിനെ ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ദി ബെസ്റ്റ് പോസിബിൾ മാറ്റുക. ഓർമ്മിക്കുക, 100 വർഷം ഇരുട്ടടഞ്ഞ് കിടന്നിരുന്ന മുറിയില്, 100 വർഷം ഇരുളടഞ്ഞ് കിടന്നിരുന്ന മുറിയില് വെളിച്ചം വരാൻ 100 വർഷം വിളക്ക് കത്തിക്കേണ്ട, 1 സെക്കൻഡ് വിളക്ക് കത്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ
മാറ്റം വരുത്താൻ, മാറ്റത്തിന് വിധേയമാക്കാൻ ചെറിയ കഥകൾ അത് നിങ്ങൾ കേൾക്കൂ, മക്കളെ കേൾപ്പിക്കൂ, അതിൽ നിന്ന് ആവേശം എടുക്കൂ. എന്നിട്ട് ആറാം തമ്പുരാനിലെ മോഹൻലാലും മാതിരി ചുമ്മാ മുമ്പോട്ട് പോകൂ. ഈ പഴക്കം തീരുന്നത് വരെ ഞാൻ ഭാഷണത്തിൽ കാത്തിരുന്നാല് 8:30 മണിക്ക് തിരുവാതിരയുണ്ട്, തിരുവാതിര കളിയുണ്ട്. അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഇത് ഈ പോക്ക് കണ്ടാൽ 8:30 വരെ ഈ പടക്കം ഉണ്ടാവും. അതുകൊണ്ട് അതും ഇതും ഒരുമിച്ച് പോകട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. മാത്രമല്ല, വളരെ സന്തോഷമുള്ളത് ഇത് നിങ്ങൾ മാത്രമല്ല ഈ പ്രഭാഷണം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. വാഷിംഗ്ടണിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ദുബായിൽ നിന്നും, ഒമാനിൽ നിന്നും, ആസാമിൽ നിന്നും, ജമ്മു കാശ്മീരിലുള്ളവരും ഇതിലൂടെ ഇപ്പൊ കാണുന്നുണ്ട് ഈ ലെക്ചർ. അതുകൊണ്ട് അല്പസ്വല്പം ശബ്ദം വളരെ നല്ലതാണ്. അവർ വിചാരിക്കും ഇയാളുടെ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശബ്ദം. ബാക്കി ഇതുവരെ അവര് കേട്ടിരിക്കുന്ന ഒരു സ്ഥലത്തും ഈ ശബ്ദം പതിവില്ല. ഇത് പുതിയ സ്ഥലമായിരിക്കും എന്ന് വിചാരിക്കും. ഒരു മാറ്റം വേണ്ടേ? ബീയിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഏതോ പടക്കത്തിനോ വെടിക്കെട്ടിനോ എന്റെ മലയാളം മനസ്സിലായി എന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കാൻ വളരെ ചൈതന്യമുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓരോ കഥയും നമ്മളുടെ ജീവിതത്തില് ഒരു മാറ്റം വരുത്താൻ അത് പ്രയോജനപ്പെടുമെങ്കിൽ അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ പൂർവീകര് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയിരിക്കുന്നത്. അത് മോക്ഷത്തിലേക്ക് പോകാനല്ല, സ്വർഗത്തിലേക്ക് പോകാനല്ല, പാപം കഴുകിക്കളയാനല്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനല്ല. നരകവും സ്വർഗവും എല്ലാം നമ്മളുടെ കർമ്മഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കഥ കേട്ടു എന്ന കാരണത്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോവില്ല. മറിച്ച് ആ കഥ കേട്ട് അതിലെ സന്ദേശം എടുത്ത് നമ്മളുടെ മനസ്സിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കിയാൽ നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആവും. മനസ്സും ചിന്തകളും പോസിറ്റീവ് ആയാൽ തീർച്ചയായിട്ടും കർമ്മം പോസിറ്റീവ് ആകും. മനസ്സും ചിന്തയും കർമ്മവും പോസിറ്റീവ് ആയാൽ കർമ്മഫലവും കർമ്മത്തിന്റെ പ്രതിഫലവും പോസിറ്റീവ് ആവും. അതുകൊണ്ട് നമ്മളുടെ പൂർവീകര് പറഞ്ഞു, സാധാരണക്കാരായ വ്യക്തികളുടെ മനസ്സിൽ മാറ്റം വന്നാൽ, ചിന്തയിൽ മാറ്റം വന്നാൽ അവരുടെ ജീവിതം സ്വർഗ സമാനമാകും. മരണശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ളതല്ല, ജീവിച്ചിരിക്കുമ്പോ തന്നെ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കലാണ് ഹിന്ദുക്കളുടെ, ഭാരതീയരുടെ ലക്ഷ്യവും മാർഗവും. നമ്മുടെ ജീവിതത്തെ സ്വർഗസമാനമാക്കാം. ചിരിക്കാനും സന്തോഷിക്കാനും അഭിമാനിക്കാനും അഭിനന്ദിക്കാനും ആഹ്ലാദിക്കാനും സംതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകാനും ഈ ജന്മത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സാധിക്കുക? വാർദ്ധക്യത്തിലാ? അല്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ കൂടെ നിൽക്കാനാ? എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ 24 ശ്ലോകങ്ങൾ വെറുതെ ഒന്ന് വായിക്കുക. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ 24 ശ്ലോകങ്ങൾ ഒന്ന് വായിക്കുക. എന്താണ് നമ്മളുടെ ജീവിതം എന്നതിനകത്തുണ്ട്. 5166 വർഷങ്ങൾക്ക് മുമ്പ്, 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഞാനും നിങ്ങളും പോലെ ഉള്ളവര് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് 24 ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായം. സൂപ്പറാണ്. അതൊരു 2-3 പ്രാവശ്യം വായിക്കാം. എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളിൽ മാറ്റം ഉണ്ടാവും. സന്തോഷം തോന്നുന്നു എങ്കിൽ ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ കൃഷ്ണന്റെ 3-4 ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ കൃഷ്ണൻ വിവരിക്കുന്ന
3-4-5 ശ്ലോകങ്ങൾ കൂടി കേട്ടാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അറിയാതെ കൈകൂപ്പി കൃഷ്ണ ഇത് ഇത്രയും കാലമായിട്ട് വായിച്ചില്ലല്ലോ ഇങ്ങനെ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. നമ്മളുടെ ധർമ്മം മനസ്സിനകത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ഇച്ഛാശക്തി ഉണ്ടാക്കാൻ കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക. മഹാഭാരതത്തില് പാണ്ഡവരുടെയും കൗരവരുടെയും അനുഭവങ്ങൾ കേൾക്കുക. ധൃതരാഷ്ട്രരെ പോലെ ആകരുത എന്ന് പഠിക്കുക. ഗാന്ധാരിയെ പോലെ കണ്ണ് കെട്ടി നടക്കരുതെന്ന് മനസ്സിലാക്കുക. ദുര്യോധനനെ പോലെ അഹങ്കാരി ആവരുതെന്ന് പറയുക. ധർമ്മപുത്രനെ പോലെ അവനവന്റെ ഭാര്യയെ പണയപ്പെടുത്തരുത് എന്ന് മഹാഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കുക. അനുജന്മാർ എതിർത്തപ്പോൾ അവരോട് മിണ്ടരുത് എന്ന് നിങ്ങൾ പറയാതിരിക്കുക. അനുജന്മാർക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം നൽകുക. തെറ്റാര് ചെയ്താലും അവരുടെ കൂടെ നിൽക്കരുത് എന്ന് വിദുരൻ പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ കേട്ടു. ഐ ലവ് വിദുര, ഐ ലൈക്ക് വിദുര. വിദുര ഈസ് ദി എംബോഡിമെന്റ് ഓഫ് നോളജ്. ഫോളോ ഹിസ് വേർഡ്സ്. ധൃതരാഷ്ട്രർക്ക് 625 ശ്ലോകങ്ങളിലൂടെ 485 ഉപദേശങ്ങൾ വിദുരൻ നൽകുന്നുണ്ട്. ആ വിദുരനെ പോലെ ജീവിക്കുക, ധൃതരാഷ്ട്രരെ പോലെ ജീവിക്കാതിരിക്കുക. ധർമ്മപുത്രരെ പോലെ ചൂത് കളിച്ച് മതിമറന്ന് അവനവനെ പണയപ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കാതിരിക്കുക. കള്ളച്ചൂതാണെന്ന് അറിഞ്ഞിട്ടും ശകുനിയുടെ മുമ്പിൽ ധർമ്മപുത്രനെ പോലെ ഇരുന്നു കൊടുക്കാതിരിക്കുക. ദുര്യോധനനെ പോലെ അഹങ്കാരവും ധാർഷ്ട്യവും ഒഴിവാക്കുക. ഭീഷ്മരെ പോലെ ധർമ്മം അറിയാമായിരുന്നിട്ടും അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? അന്നദാനം ഇല്ലാട്ടോ. ഇത് കഴിഞ്ഞാൽ ഭക്ഷണം ഇല്ല, നാളെ മുതൽക്കേ ഉള്ളൂ. അതുകൂടി മനസ്സിൽ വെച്ചേക്ക. ഏതായാലും അപ്പോൾ മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത്. മഹാഭാരതം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മഹാഭാരതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എടുക്കേണ്ടതിനെ നമ്മുടെ കോട്ടയത്തെ പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി സാർ പറയാറുണ്ട്. ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി സാർ പറയാറുണ്ട്, മഹാഭാരതത്തിൽ നിന്ന് ഞാനും നിങ്ങളും എടുക്കേണ്ടതിന് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്, വിധി. വിധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് മഹാഭാരതത്തിൽ നിന്ന് എടുക്കുക. നമ്മുടെ ബുദ്ധിയെയും ജീവിതത്തെയും തളർത്തുന്ന ഒന്നും മഹാഭാരതത്തിലുള്ളത് നല്ലവണ്ണം പഠിച്ച് റിജക്ട് ചെയ്യാം. വിധി നിഷേധം. 2 വാക്കുകൾ. ഈ ക്ലാസ് കേൾക്കുന്നവർ 2 വാക്കുകൾ മറക്കരുത്. ഒന്ന് വിധി, എടുക്കേണ്ടത്. വിധി നിഷേധം, എടുക്കാൻ പാടില്ലാത്തത്. അത് മഹാഭാരതത്തിൽ നിന്ന് പഠിക്കുക. എത്ര ധന്യമായി മാറാൻ സാധിക്കും. മഹാഭാരതത്തിലുള്ള അനുഭവങ്ങൾ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് 60,000 ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകളും 65,000 ശ്ലോകങ്ങള് പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെ ഉള്ളവരുടെ ജീവിതാനുഭവങ്ങളും. അത് പഠിച്ച് മനസ്സിലൊരു ഇച്ഛാശക്തി ഉണ്ടാക്കുക. എന്തിനുള്ള ഇച്ഛാശക്തി? ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ
ആക്കാനുള്ള ഇച്ഛാശക്തി, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. ജഗദീശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ജന്മം, കഴിഞ്ഞ ജന്മം എന്തായിരുന്നു നമുക്ക് അറിഞ്ഞൂടാ, അടുത്ത ജന്മം എന്തായിരിക്കുമെന്നും അറിഞ്ഞൂടാ. കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്, അടുത്ത ജന്മവും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. ഇത് ഭഗവത്ഗീതയിലുള്ള ഒരു വരിയ. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? എന്റെ ജനനത്തിന് മുമ്പ് എന്റെ ജന്മം എന്തായിരുന്നു? അവ്യക്തമാണ്. മരണത്തിന് ശേഷം എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? അവ്യക്തമാണ്. വ്യക്തമധ്യാനി ഭാരത. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഞാൻ ഈ ഭൂമിയില്, ഈ അമ്പലത്തിൽ ഞാൻ വരുന്നു, കൊടിയേറ്റ് കണ്ടു, ദീപാരാധന തൊഴുതു, പ്രഭാഷണം കേൾക്കുന്നു, ഇതിനു ശേഷം കുറച്ച് കലാപരിപാടികളിൽ പങ്കെടുക്കുന്നു. ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്. കുറെ പേര് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ക്ഷേത്രാന്തരീക്ഷത്തെ ചൈതന്യവത്താക്കുന്നതിലൂടെ ഒരു ധന്യമായ അനുഭൂതി പങ്കുവെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. അതാണ് ജീവിതം. നമ്മുടെ ആത്മാവ് തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. അതിനാ നിങ്ങൾ ഇവിടെ വന്നത്. പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം, ഈശ്വരനുമായിട്ടുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ ഇവിടേക്ക് വന്നു. അത് സന്തോഷത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്നത് ദൂരെ മാറി നിൽക്കുന്ന ഏത് വ്യക്തിക്കും കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ അനുഭവങ്ങളെ ധന്യമാക്കുക. തിന്മകളെ കഴിയുന്നത്രയും മറക്കാനും നന്മകളെ ഓർമ്മിപ്പിക്കാനും അനുഭവങ്ങളുടെ സുഗന്ധം പരത്താനും എല്ലാം ശ്രമിക്കുക. പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോവുക. ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും ധന്യമാക്കുക. അതിന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. അർജുന, നിന്റെ ഹൃദയത്തിനകത്ത് നിലകൊള്ളുന്ന ആ മഹാതേജസ്സായ ഈശ്വരനെ മനസ്സിൽ ഓർമ്മിച്ചു പ്രവർത്തിക്കുക. ആ മാം അനുസ്മരയുധ്യച. ഈശ്വരനെ അനുസ്മരിച്ച് കർമ്മം ചെയ്യുക. അതിനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടാക്കുക. മാറ്റണം ജീവിതത്തെ അടിമുടിയായിട്ട്. ഒരു ഫാന്റാസ്റ്റിക് ചേഞ്ച് ത്രൂ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. 4 വാക്കുകൾ: അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. നല്ല കാര്യങ്ങൾ ചേർക്കുക. അല്ലാത്തത് മനസ്സിലും തലച്ചോറിലും കെട്ടി നടക്കാതെ ഡിലീറ്റ് ചെയ്യുക. ചിലതെല്ലാം മോഡിഫൈ ചെയ്യുക. ഇന്ന് മുതൽക്ക് മാർച്ച് 18 മുതൽക്ക് 2023 നല്ലത് ചേർത്തോണ്ടേ പോവുക. ചീത്തയായിട്ടുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി ഇല്ലാത്തത് ഡിലീറ്റ് ചെയ്യാം, വേണ്ടെന്ന് വെക്കുക. ചിലതൊക്കെ ചില മോഡിഫിക്കേഷന് വിധേയമാക്കുക. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. മടിക്കരുത്. കറക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്ത വർഷം
വർഷം ഈ ദിവസം ഞാനും നിങ്ങളും ഉണ്ടെന്ന് ഒരു ഉറപ്പുമില്ല, നാളെ ഉണ്ടെന്ന് പോലും ഉറപ്പില്ല. ഉറപ്പുണ്ട് എന്ന് വിചാരിച്ചു പോകുമ്പോൾ ഒരുറപ്പും ഇല്ലാത്ത പലതിലും ഉറപ്പുണ്ടെന്ന് വിചാരിച്ചു പോകുമ്പോൾ ഉറപ്പുള്ള ഒരെണ്ണുണ്ട്. എന്താണ്? ഈ കഥകളിലൂടെ, ഈ അനുഭവങ്ങളിലൂടെ, കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും, കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ ഉയർത്തുക, വളർത്തുക, ഉണർത്തുക, തളർത്താതിരിക്കുക, തകർക്കാതിരിക്കുക. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഐ എന്ന ഒരക്ഷരം, വി എന്നുള്ളത് രണ്ടക്ഷരം, യു വയോയു മൂന്നക്ഷരം, ദേ നാലക്ഷരം, ഗ്രൂപ്പ് അഞ്ചക്ഷരം, ഫാമിലി ആറക്ഷരം. ഏത് മാറ്റാനാ എളുപ്പം? ഐ ഐ എന്നെ മാറ്റാനാ. കാരണം ഒരക്ഷരേ ഉള്ളൂ അതിൽ. ഒരക്ഷരം. നിങ്ങളെ എല്ലാം പച്ചയായിട്ട് എനിക്ക് കാണണമെങ്കിൽ, നിങ്ങളെ പച്ചയായിട്ട് കാണണമെങ്കിൽ ഈ ഡ്രസ് ഇട്ട നിങ്ങൾ എങ്ങനെയാ പച്ചയാവുക? പച്ച കണ്ണട വെച്ചാൽ മതി. ഞാൻ ചുവന്ന കണ്ണട ഞാൻ വെച്ചാൽ നിങ്ങൾ ചുവപ്പായിട്ട് കാണും. മഞ്ഞ കണ്ണട ഞാൻ വെച്ചാൽ നിങ്ങൾ മഞ്ഞയായിട്ട് കാണും. നീല കണ്ണട ഞാൻ വെച്ചാൽ നിങ്ങൾ നീലയായിട്ട് കാണും. നിങ്ങളെ നന്മ നിറഞ്ഞവരായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നന്മ നിറഞ്ഞ കണ്ണട വെക്കുക. അങ്ങനെ ജീവിതത്തില് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിൽ ഇച്ഛാശക്തി ഉണ്ടാവുക. കഥകള് കേട്ട് ഇച്ഛാശക്തി ഉണ്ടാക്കുക, അനുഭവങ്ങൾ കേട്ട് ഇച്ഛാശക്തി ഉണ്ടാക്കുക, നല്ല ഉപദേശങ്ങള്, നിങ്ങൾക്ക് അറിയാവുന്ന ഉപദേശങ്ങൾ കേട്ട് ഇച്ഛാശക്തി ഉണ്ടാക്കുക, ജീവിത യാഥാർത്ഥ്യം കേൾക്കുക. കാവ്യ പുസ്തകമല്ലോ ജീവിതം, അനഘ ഗ്രന്ഥം ഇതാരോ തന്നു, മദ്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കും കൊളുത്തി വെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ, ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ഇതൊരു സിനിമാ പാട്ടാണ്. ഇതൊരു സിനിമാ പാട്ടാണ്. ഈ കാവ്യ പുസ്തകത്തില് വായിച്ചാസ്വദിക്കാൻ നിങ്ങളോട് പറയുന്നു. വയലാർ രാമവർമ്മയാണെന്ന് തോന്നുന്നു. ആസ്വദിക്കുക, ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുക. ഇന്നലത്തെ ദിവസം ഇനി ഇന്ന് വരില്ല. നാളെ എന്നുള്ളത് ഇന്നാവും, ഇന്ന് എന്നുള്ളത് ഇന്നലെയാവും. നാളത്തെ കാര്യത്തില് തിരുത്തൽ വരുത്താൻ പറ്റില്ല. ഇന്ന് ഏതാണ്ട് 8:15 ആവാറായി. ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കുക. ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാതിരിക്കാൻ പ്രവർത്തിക്കുക. രണ്ട് വാക്കുകള് എന്റെ പ്രഭാഷണം മുഴുവനും നിങ്ങൾ മറന്നുപോയാലും 2 വാക്കുകൾ മറക്കരുത്. അത് നെഞ്ചോട് ചേർത്ത് ഇപ്പൊ വയ്ക്കുക. നഷ്ടബോധം, കുറ്റബോധം. ആ 2 വാക്കുകൾ പറയുമ്പോൾ എന്റെ നെർവസ് സിസ്റ്റം എപ്പോഴും ഉണർന്നിരിക്കും. കഴിഞ്ഞുപോയ കാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഈശ്വര, എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട്, എന്റെ അച്ഛനോട്, എന്റെ അമ്മയോട് ചെയ്യേണ്ടതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ.
ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ നഷ്ടബോധം. അവരനുഭവിച്ച വേദനയ്ക്ക് ഒരു നല്ല വാക്കുപോലും ഞാൻ പറഞ്ഞില്ലല്ലോ ഈശ്വര. അതിൻ്റെ കുറ്റബോധം, നഷ്ടബോധം. ഇപ്പൊ അച്ഛനില്ല, അമ്മയില്ല, എനിക്ക് എൻ്റെ ഭാര്യയുമില്ല. അവള് പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. അന്നൊക്കെ വിചാരിച്ചു ഇതൊന്നും അത്ര അത്യാവശ്യമില്ലല്ലോ എന്ന്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം നവംബർ 14 8:30 മണി തൊട്ട് 9 മണി വരെ ഊർധ്വശ്വാസം വലിച്ചെന്റെ ഭാര്യ എന്റെ കൺമുമ്പിൽ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞ് കൈകൂപ്പി ഞാൻ പറഞ്ഞു, നീ പലതും ചോദിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, എനിക്ക് തരാൻ പറ്റിയില്ല. ഇനി നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. നിനക്കും മോക്ഷം വേണ്ട, നിക്കും മോക്ഷം വേണ്ട. അടുത്ത ജന്മത്തിൽ നീ എന്റെ ഭാര്യയായി തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിക്കാം. നഷ്ടബോധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. മനസ്സിൽ ഇച്ഛാശക്തി, തലച്ചോറിലെ ജ്ഞാനശക്തി, അറിവ് ശേഖരിച്ചുകൊണ്ടേയിരിക്കുക. കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ജീവിതം എന്താണ് എന്ന് അറിയുക. ജീവിതം എന്താണെന്ന് അറിയുക. ആ അറിവുമായിട്ട് ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ചരൈവേദി 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 പോവുക. ഇന്നത്തെ നമ്മളല്ല നാളത്തെ നമ്മള്. ഈ മാർച്ച് 18 2023 നിങ്ങളല്ല. 2033 മാർച്ച് 18 നിങ്ങള്. 10 വർഷം കഴിഞ്ഞാൽ, പിന്നൊരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര പേരുണ്ടാവും ഇപ്പൊ ഇവിടെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ക്രിയാശക്തി, പ്രവർത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിവിടെ വരുമ്പോ പലരും പറഞ്ഞു, സാറിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്, നല്ല രസമാണ്, വലിയ മാറ്റം ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്തായിരുന്നു, എന്താണ്, എന്തായിരിക്കും ജീവിതം എന്നറിയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കർമ്മ തെറപ്പി, കർമ്മ തെറപ്പി, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതിന് ശരീരത്തിൽ ഊർജം ഉണ്ടാവുക. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറില് ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും നിറച്ച് എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ആക്കാം. സാധിക്കും. വലിയ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. യൂസ്ഫുൾ, പ്രയോജനപ്രദമാക്കുക. പ്രയോജനമുള്ള ഒരു ജീവിതം. തേ ഭുവി ബാലഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗത്തെ പോലെ ജീവിക്കരുത്. ഒരു നല്ല മനുഷ്യനെ പോലെ ജീവിക്കുക. പരമാവധി നന്മകൾ എടുക്കുക. അതിനേക്കാൾ കൂടുതൽ നന്മകൾ കൊടുക്കുക. പരമാവധി നന്മകള് ചെവിയിലൂടെ, കണ്ണിലൂടെ, നാവിലൂടെ, മനസ്സിലൂടെ എടുക്കുക. അതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. എത്ര കൊടുക്കാൻ സാധിക്കുമോ ആ ജീവിതമാണ് ധന്യമായ ജീവിതം. പരേഷാം ഉപകാരായ ജീവതി സേവ ജീവതി. വേദമന്ത്രമാണ്. മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി എത്ര ജീവിക്കാൻ സാധിക്കുമോ അതാണ് ജീവിതം. അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നത് അവരന്
സന്തോഷത്തിനും സംതൃപ്തിക്കും ചാരിതാർത്ഥ്യത്തിനും അഭിമാനത്തിനും ആത്മനിർഭരതയ്ക്കുമായി തീരണം എന്റെ ജീവിതം. അത് നിശ്ചയിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുക. ശരീരത്തിന് ഊർജമുള്ളയിടത്തോളം കാലം ആരുടെയും കയ്യടി വാങ്ങിക്കാനല്ല, ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനല്ല, ആരുടെ കയ്യിൽ നിന്നും പത്മശ്രീ വാങ്ങിക്കാനല്ല, സൃഷ്ടികർത്താവായ ജഗതീശ്വരനോട് കൈകൂപ്പിക്കൊണ്ട്, ഈശ്വര, എനിക്ക് തന്ന ഈ ജന്മം ഞാൻ സഫലമായിട്ട് ഉപയോഗിച്ചു. നിന്നോടുള്ള കടം, ദേവഋണം ഞാൻ എൻ്റെ ജീവിതത്തിൽ വീട്ടി. ജഗതീശ്വര, എൻ്റെ അച്ഛനമ്മമാരിലൂടെ എനിക്ക് തന്ന ആ ഒരു ശരീരമുണ്ടല്ലോ. അഹം എന്ന സിനിമയില് തലപ്പാവ് കെട്ടിക്കൊണ്ട് മോഹൻലാല് കാല് നീട്ടിവെച്ച് നടക്കുന്ന ഒരു സീനുണ്ട്. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ, 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ, ആ മാതാപിതാക്കളോടുള്ള പിതൃഋണം ഞാനിതാ മരണത്തിനു മുമ്പ് വീട്ടുന്നു. മാതാപിതാക്കളെ, ജഗതീശ്വരനോടുള്ള കടം, മാതാപിതാക്കളോടുള്ള കടം, പരമപവിത്രമായ ഭാവരാഗ താളമുള്ള ഭാരതത്തില് ജനിക്കാൻ ഭാഗ്യം കിട്ടിയ, ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ, നിത്യം നിങ്ങൾക്കും ലഭിച്ച ഒരു സംസ്കാരമുണ്ട്. എല്ലാവരും സുഖമായി ജീവിക്കണം. എവിടെ നിന്നായാലും നന്മകൾ എന്നിലേക്ക് വന്നു ചേരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആനോ ഭദ്രാഃ ക്രതവോ യന്തു വിശ്വതഃ. എല്ലാ നന്മകൾ എവിടെ നിന്നായാലും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച, പരമാവധി നന്മകൾ എടുത്ത് അതിനേക്കാൾ കൂടുതൽ നന്മകൾ കൊടുക്കാൻ പറഞ്ഞ ആ പൂർവികര് നമുക്ക് തന്നൊരു സംസ്കാരമുണ്ടല്ലോ, ഋഷി ഋണം. 3 വാക്കുകള്: ദേവഋണം, പിതൃഋണം, ഋഷി ഋണം. മറക്കരുത്. നേരത്തെ പറഞ്ഞ 2 വാക്ക് നഷ്ടബോധം, കുറ്റബോധം അതുണ്ടാവരുത്. ബാക്കി എന്ത് മറന്നാലും ഗോപാലകൃഷ്ണന്റെ നെഞ്ചു പിളരുന്നത്, എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി 6 മക്കൾ ഞങ്ങൾ ഉണ്ടായിട്ടും ചെയ്യേണ്ടത് ചിലത് ചെയ്തില്ല, അതിന്റെ കുറ്റബോധം ഉണ്ടാകും. അതൊന്നും പറഞ്ഞില്ലാതെയാക്കാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ടായിരുന്നു. എന്നാലും ചിലതൊക്കെ മക്കൾക്കോ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ വാങ്ങിച്ചു കൊടുക്കാനുള്ള അവസ്ഥയുണ്ടായിരുന്നിട്ടും ചെയ്തില്ല. നഷ്ടബോധം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ പ്രഭാഷണത്തിലെ എല്ലാം മറന്നാലും ഈ 2 വാക്കുകൾ, നഷ്ടബോധം, കുറ്റബോധം, അത് ഈ ക്ലാസ് കഴിഞ്ഞ് തിരുവാതിരയും അതിനുശേഷമുള്ള കളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും നാവിന്റെ തുമ്പിലും തലച്ചോറിലും മനസ്സിലും ഇരിക്കണം. ഈ ജന്മത്തിലെ നഷ്ടബോധം ഉണ്ടാവരുത്, കുറ്റബോധം ഉണ്ടാവരുത്. ഇതുവരെ ചെയ്ത് തീർത്തതിന് വല്ല നഷ്ടബോധവും കുറ്റബോധവും ഉണ്ടെങ്കിൽ പരമാവധി ഇനിയുള്ള ദിവസം അങ്ങോട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, നികത്താൻ ശ്രമിക്കുക. ആ നഷ്ടബോധം നികത്താൻ ശ്രമിക്കുക. 10% ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നികത്തുക. കുറ്റബോധം 15% ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നികത്തുക. അടുത്ത 3 വാക്ക്: ദേവഋണം, ഈശ്വരനോടുള്ള കടപ്പാട്; പിതൃഋണം, മാതാപിതാക്കളോടുള്ള കടപ്പാട്;
പരമാവധി നന്മകൾ എടുക്കുക, എടുത്തുകൊണ്ടേയിരിക്കുക. മോഹൻലാല് ഒരു സിനിമയില് ടാക്സിയില് പുറകിലിരുന്ന ഡ്രൈവറോട് പറയുന്നുണ്ട്, ചോദിച്ചുകൊണ്ടേ പോവുക. അതിനെ മാറ്റി ഞാൻ പറയുന്നു, നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ലത് കൂട്ടിച്ചേർക്കുക. ആറാം തമ്പുരാനിലെ മോഹൻലാല് ചെങ്കത്തോട് പറയുന്നുണ്ടല്ലോ, മഞ്ജു വാര്യരോടൊക്കെ, ചുമ്മാ ആ ചുമ്മാ ഒരു ജീവിതമാക്കുക, സീരിയസ് ആവല്ലേ, ജീവിതം സീരിയസ് ആക്കല്ലേ, ചുമ്മാ. മാതാ പ്രധാനന്ദമയ്യെ കാണാൻ ഇന്നലെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്നെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറ്റുമോ? അത് ഇന്നലെ സംഭവിച്ചു. പണ്ട് ബറാക് ഹുസൈൻ ഒബാമ, കേട്ടാണോ ഇന്ത്യൻ അമേരിക്കൻ പ്രസിഡന്റ്? ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്. ഞാൻ വൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ട്. അതിന്റെ മുമ്പിലുള്ള ഗാർഡനിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്, 6 പ്രാവശ്യം അമേരിക്ക പോയിട്ടുണ്ട്. ഈ ബറാക് ഹുസൈൻ ഒബാമ ഒരു ദിവസം അയാളുടെ ഓവർകോട്ടും എടുത്ത് അത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് അയാൾ ആ മുമ്പിലുള്ള ഗാർഡനിലൂടെ നടക്കുമ്പോ ഞാൻ അതിന്റെ ചുവട്ടിൽ എഴുതി, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു, വിൽ യു ഗിവ് മീ പെർമിഷൻ. അതിന്റെ ചുവട്ടിൽ എനിക്ക് റിപ്ലൈ വന്നു, യു സെൻഡ് യുവർ ബയോഡാറ്റ ആൻഡ് ഓൾ ഇൻഫർമേഷൻ. ഞാനതൊക്കെ അയച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് എത്തിക്കാണില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ വിളിച്ചുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എത്തിക്കാണില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് വിളിച്ചുമില്ല. അന്ന് ഞാൻ ആലോചിച്ചു, അയാൾ ഈ കോട്ടും പിടിച്ചുകൊണ്ട് ആ ഗാർഡനിലൂടെ പോകുമ്പോ അയാളുടെ സെക്യൂരിറ്റി ഉണ്ട് 2 സൈഡിലും. അപ്പൊ മുമ്പിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, അച്ഛനും അമ്മയും കുട്ടികൾ. അവർക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ഇത് അമേരിക്കൻ പ്രസിഡന്റാ വരണതെന്ന്. കുട്ടികളെ കണ്ടോണ്ട് ഈ സെക്യൂരിറ്റിക്കാർ വന്ന് 2 കൈയിലും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്. ആ ചോക്ലേറ്റ് ഈ കുട്ടികൾക്ക് ഇയാൾ കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കുട്ടികൾക്ക് ഇറങ്ങി വന്ന് അവരുടെ അടുത്ത് വന്ന് ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമോ? അതും ഇവിടെ സംഭവിച്ചു. അതായത് ജീവിതത്തെ നന്മകൾ കണ്ടത് കൂട്ടിച്ചേർക്കുക. അമ്മ പറഞ്ഞു, മാതാ പ്രധാനന്ദമയി പറഞ്ഞു, ജീവിതത്തെ ഒരു ഉത്സവമാക്കി മാറ്റുക. ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, ഉത്സവമാക്കി മാറ്റുക. ഞാൻ ഇടയ്ക്ക് വള്ളിക്കാവിൽ പോവാറുണ്ട്, നമസ്കരിക്കാനും തൊഴാനും ഒന്നുമല്ല, ചുമ്മാ ആ ഉപ്പും മുളകും ഒരു ടേസ്റ്റും ഇല്ലാത്ത ചോറ് തിന്നാൻ. ഒരു ടേസ്റ്റും ഇല്ല അവിടുത്തെ ഊണ്, അതാണ് എല്ലാവരും തിന്നുന്നത്. പുറത്തു പോയിട്ട് ഊണയിച്ചിട്ട് അകത്തേക്ക് വരണം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ആശ്രമമല്ലേ, അത് അവിടെ അതേ ഉള്ളൂ. അത് കഴിക്കാതെ അവിടെ നിൽക്കുന്നത് പലരും ദിവസങ്ങളോളം. പിന്നെ പ്രാർത്ഥിക്കാനും. ആ അമ്മയുടെ അടുത്ത് കുറെ പേര് വന്ന് പറഞ്ഞു, ഇന്ന ആശ്രമത്തിൽ ഞങ്ങൾ പോയി, സൈലന്റ് ആണ്. എന്തൊരു സ്പിരിച്വൽ വൈബ്രേഷനാണ് ആ ആശ്രമത്തില്. മറ്റയാളുടെ ആശ്രമത്തിൽ ഞങ്ങൾ പോയി, എന്ത് സൈലൻസ്. ഇന്നാളുടെ ആശ്രമത്തിൽ ഞങ്ങൾ പോയി, അവിടെ സൈലൻസാ. അമ്മയുടെ അടുത്ത് മാത്രം ആൾക്കാർ വന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചിരിച്ചും തുള്ളിയൊക്കെ നടക്കണമെന്ന് ഇന്നസെന്റ് പറഞ്ഞ മാതിരി. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ ആശ്രമം ശ്മശാന മൂകതയുള്ള ഒരു ആത്മീയ കേന്ദ്രമാവണ്ട, ശ്മശാന മൂകതയുള്ള ഒരു ആത്മീയ കേന്ദ്രമാകണ്ട. അവര് സന്തോഷിക്കട്ടെ, അവര് ചിരിക്കട്ടെ, അവര് ആഹ്ലാദിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയും, അമ്മ പറഞ്ഞതാ ശരി. ആത്മീയത രോഗമാകരുത്, വഴിപാടുകൾ രോഗലക്ഷണങ്ങളാകരുത്. അത്ര വലിയ ആത്മീയതയൊന്നും നമുക്ക് വേണ്ട. ആത്മീയത വേണം, അതൊരു രോഗമാണ്. ചിരിക്കാനും സന്തോഷിക്കാനും ഒത്തുചേരാനും നമുക്ക് സാധിക്കുന്ന ഒരു ഉത്സവമാക്കി മാറ്റുക. അതാണ് അമ്മയുടെ വഴി.
സായിബാബ പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ലെസ്, ഇറ്റ് ഈസ് യൂസ്ഡ്ലെസ്. യൂസ്ഡ്ലെസ്. നിങ്ങൾ നിങ്ങളുടെ ഊർജം ഉപയോഗിക്കണില്ല, സമയം ഉപയോഗിക്കുന്നില്ല, അറിവ് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ച് ഇങ്ങനെ പോവുക, ചുമ്മാ അങ്ങോട്ട് പോവുക. മരിക്കുന്നവരെ അല്ലെങ്കിൽ ചാവുന്നവരെ, ഒന്നില്ലെങ്കിൽ ചാവുന്നവരെ അല്ലെങ്കിൽ മരിക്കുന്നവരെ, അങ്ങ് പോവുക. ഈ ജീവിതത്തിൽ വേറെ ഒന്നും നേടിയാൽ പോലും ഒന്നും കൊണ്ടുപോവില്ല. അതുകൊണ്ട് നേടേണ്ടതല്ല, കുറെ അധികം വെട്ടിപ്പിടിച്ച് കെട്ടിപ്പടുത്ത പറ്റിച്ചെടുത്ത തട്ടിപ്പറിച്ച് ഏത് സിംഹാസനത്തിലിരുന്നാലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? സ്റ്റാലിൻ കേട്ടിട്ടുണ്ടോ? റഷ്യയിലല്ല, തമിഴ്നാട്ടിലെ. തമിഴ്നാട്ടിലൊരു സ്റ്റാലിൻ ഉണ്ട്. അയാള് മിനിഞ്ഞാന്ന് പറഞ്ഞത് എന്താ അറിയോ? ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് 1 മാസം. അതിന് അണ്ണാമലൈ IPS മറുപടി കൊടുത്ത എന്താ അറിയോ? എന്താ മറുപടി കൊടുത്തേ? അങ്ങേരുടെ പാർട്ടിക്കാരുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ടാണ് 1 മാസമായിട്ട് അങ്ങേർക്ക് ഉറങ്ങാൻ പറ്റാത്തത് വന്നത്. ഞാനല്ല അതിന് കാരണം. അത് നമുക്കും ആപ്ലിക്കബിളാണ്. നമ്മുടെ കൂടെയുള്ളവര് നമ്മളും തന്നെയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത വിധത്തില് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1ാമത്തെ ഫ്ലോറിൽ നിന്ന്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 1ാമത്തെ ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ഇല്ലാതെ നടന്നു നോക്കുക. അതാണ് ജീവിതം. ആ നടക്കലാണ് ജീവിതം. ജീവിതത്തില് ആ ജ്ഞാനശക്തി തലച്ചോറിനകത്തുണ്ടാവണം. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ ഇന്ന് മുതൽക്ക് വരുത്തണം. അടുത്ത 5 വാക്ക് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ. 4 വാക്കാണ്. ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ കണ്ണടച്ച് ഇന്ന് ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തോ, എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഗോപാലകൃഷ്ണൻ തൊഴുകൈയോടെ അഭ്യർത്ഥിക്കുന്നു. മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളല്ല, 12 അവതാരങ്ങളാണ്. മത്സ്യ, കൂർമ്മ, വരാഹശ്ച, നരസിംഹോദ വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി, കൊറോണ, സോഷ്യൽ മീഡിയ. കൊറോണ, ആ കൊറോണയാണ് ഹിന്ദുക്കളെ ആട്ടിമുടി മാറ്റിയത്. മറ്റുള്ളവർ തളർന്നുപോയി കൊറോണ വന്നപ്പോ നമ്മൾ വളർന്നു. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നാൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പൊരുതുന്ന എത്ര ചാനലുകളായി ഇപ്പോൾ ഉള്ളത്. ശരിക്ക് ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാലിൽ അയച്ചതീശൻ. അതിങ്ങളെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. ആ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തില് ധന്യമായ അനുഭവം അത് ചേർക്കാൻ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ, യൂസ്ഫുൾ ജീവിതം. ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഓർമ്മിക്കണം, എന്ത് ചെയ്തു ഞാൻ, എന്ത് ചെയ്യാനുണ്ട്, പർപ്പസ്ഫുൾ ചെയ്തത് എങ്ങനെ ആയിട്ടുണ്ട്, എന്റെ ജീവിതം ധന്യമായോ. 4 വാക്കുകൾ. യൂസ്ഫുൾ ലൈഫ്, പ്രയോജനപ്രദമായ ഒരു ജീവിതം മാറണം. ഈ കൊടിയേറ്റം കണ്ട നിങ്ങള് അടിമുടി ചെയ്തൊരു പുണ്യകർമ്മം. ആ പുണ്യകർമ്മത്തിന്റെ രേഖയാണ് മാർച്ച് 18. ആ 18-ാം തീയതി ചെയ്ത കർമ്മത്തിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ജീവിതം കുറെ കൂടി യൂസ്ഫുൾ ആവണം. നമ്മുടെ
നമ്മുടെ രാഷ്ട്രത്തിന് 5 വാക്കുകൾ: മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം. ഈ വാക്കുകൾ മറക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണം. മനസ്സിനെ ഉയർത്തുക, വളർത്തുക, ഉണർത്തുക. ആ മനസ്സിന് ആഹ്ലാദം കൊണ്ട് നിറയ്ക്കുക. ത്രൂ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്. ത്രൂ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്. കേൾക്കുക, കേൾപ്പിക്കുക, കാണുക, കാണിപ്പിക്കുക, ചർച്ച ചെയ്യുക, ചർച്ച ചെയ്യിപ്പിക്കുക, ചിന്തിക്കുക, ചിന്തിപ്പിക്കുക. എന്നിട്ട് മാറ്റം ഉണ്ടാക്കുക. നല്ല മാറ്റം. അത് നിങ്ങളുടെ ജന്മം യൂസ്ഫുൾ ആകട്ടെ. വെറുതെ ജീവിച്ചു പോകരുത്. ഓരോ ദിവസവും ചെയ്യുന്ന കാര്യം പർപ്പസ്ഫുൾ ആവണം. ഒരു ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം. ചെറിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തില്. നമ്മളൊരു പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കണ്ട. നിങ്ങളുടെ മുഖം ഇരുന്ന് നിങ്ങളുടെ ഇടത്തോട്ട് തിരിച്ചാൽ മതി. തടമ്പ് പാസ് ചെയ്യുമ്പോ മുഖം ഇടത്തോട്ട് തിരിച്ച് നെറ്റിയില്, മൂക്കിന്റെ അറ്റത്ത്, ഹൃദയത്തില്. അത് നിന്ന് നമസ്കരിക്കുന്നതിന് തുല്യമാണ്. നെറ്റിയില്, മൂക്കിന്റെ അറ്റത്ത്, ഹൃദയത്തില്. തടമ്പ് പോവുകയാണെങ്കിൽ എഴുന്നേൽക്കണ്ട. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ശരിക്കും മനസ്സിനെ മാറ്റാം, നമ്മുടെ ശരീരത്തെ മാറ്റാം. തൊഴുകയോടെ 6 കലക്കാല് ഇതിനകത്തിരുന്നും പുറത്തിരുന്നും പ്രഭാഷണം കേൾക്കുന്നവരോട് ഗോപാലകൃഷ്ണനൊന്ന് അഭ്യർത്ഥിക്കട്ടെ. കഴിയുന്നതും വെജിറ്റേറിയനായി മാറുക. നിങ്ങളുടെ ഭക്ഷണത്തിന് ശവക്കറികൾ വേണ്ട. ഒരു മൃഗത്തിൻ്റെയും ചോരയും ഇറച്ചിയും എല്ലും നിങ്ങളുടെ ശരീരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കട്ടെ. ഇതെന്റെ അഭ്യർത്ഥനയാണ്, നിർദ്ദേശമല്ല. സാവധാനത്തിലെങ്കിലും മാറുക. നിങ്ങളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കാൻ നല്ല സസ്യാഹാരം മതി. ഓർമ്മിക്കുക, മുസ്ലിങ്ങൾ മൃഗത്തെ കൊന്ന് വിൽക്കാനും ഹിന്ദുക്കൾ വാങ്ങി തിന്നാനും. അതാണ് ഇപ്പോഴത്തേത്. അതുകൊണ്ട് ആ മൃഗത്തിന് വേദനയുണ്ട്, അത് പിടയുന്നുണ്ട്. ആ പിടച്ചിലും ആ കൊല്ലലും ആ തീവ്രമായ അതിൻ്റെ ശാപവും അത് കഴിക്കുന്നവരിലൂടെയാണ്. കൊന്നാൽ പാപം, തിന്നാൽ തീരുമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. കാരണം അവനവനെ തിന്നാൻ വേണ്ടി മാത്രം ഒരാൾ കൊന്നാൽ വിശപ്പിന്റെ മറുപടി കൊന്നാൽ പാപം തിന്നാതെ. അല്ലാണ്ട് കൊന്ന് വിറ്റ് പൈസ ഉണ്ടാക്കി വീണ്ടും വാങ്ങിച്ചു കൊന്ന് നിങ്ങൾക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി തന്നാൽ അത് കൊന്നാൽ പാപം തിന്നാൽ തീരില്ല. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മാർച്ച് 18 സമുജ്വലമായ ക്ഷേത്രത്തിലെ ഈ കൊടിയേറ്റം കഴിഞ്ഞ് ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെ ഒന്നുമല്ല. അതിന് ശ്രീനിവാസൻ എല്ലാ ഇറച്ചിക്കറിയും കളയുന്ന ഒരു സീനുണ്ട് ശബരിമലയിൽ പോയി വന്നാൽ. ഏതായാലും അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ മാറണം. നിങ്ങളുടെ മനസ്സിലെ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും നിറയ്ക്കുന്നു. ശരീരത്തില് സസ്യാഹാരം, കുടുംബത്തില് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു അന്തരീക്ഷം നിറയ്ക്കുക. ആ കുടുംബ ബന്ധമാണ് ജീവിതത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ളത്. ഞാൻ എന്നും പറയാറുണ്ട്, അമ്മ കുറെ കാലം വളർത്തി അമ്മ പോകും, അച്ഛൻ പോകും, അവസാനം വരെ ഭാര്യ കൂടെ ഉണ്ടാവും, ഭർത്താവ് കൂടെ ഉണ്ടാവും. ഒരുമിച്ച് പോകണമെന്ന് പ്രാർത്ഥിച്ചാലും പറ്റിയെന്ന് വരില്ല. ഭാര്യ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഭാര്യയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ എത്ര കാലം തലവിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഓരോ പ്രാവശ്യവും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണടച്ച് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ
ഈശ്വര, നീ എത്ര കാലം വിധിച്ചിട്ടുണ്ട് മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ? അമ്മക്ക് എത്ര കാലം ശിരോലിഖിതം തലവിധി കൊണ്ടെന്ന് അറിഞ്ഞൂടാ. അമ്മ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം തലവിധി കൊണ്ടെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ തൊഴുകൈയോടെ നിർദ്ദേശിക്കുന്നു, നേരത്തെ അഭ്യർത്ഥിക്കുക ചെയ്തത്, നിർദ്ദേശിക്കുന്നു, ഒരു വീട്ടിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്നു കഴിക്കുക. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം നവംബർ 14 കഴിഞ്ഞ് ഇന്നുവരെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക, ഒറ്റയ്ക്ക് ഒരു പിടിച്ചോറ് കഴിക്കുക. അത് പലപ്പോഴും കഴിക്കും. എന്റെ കൂട്ടത്തിൽ ആരും വേണമെന്ന് എനിക്ക് തോന്നാറൊന്നുമില്ല. പക്ഷേ എന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കുമല്ലോ ഒന്ന് കഴിക്കുക എന്നൊരു തോന്നല് ചിലപ്പോൾ തളർത്തിക്കളയും. എന്റെ മകള് തിരുവനന്തപുരത്തുണ്ട്. എന്റെ മകന്റെ കൂടെ എന്റെ വീട്ടിൽ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. പക്ഷെ മകൻ ഒരു യോഗചര്യ, അമ്മയുടെ മരണം കഴിഞ്ഞു, അച്ഛനെ നോക്കാൻ ആളില്ല. അച്ഛന്റെ കാലത്തിന് ശേഷം നേരെ ഹിമാലയത്തിലേക്ക്, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ഇല്ല. അച്ഛന്റെ കാലം വരെ അച്ഛന്റെ കൂടെ, അത് കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക്. അതുകൊണ്ട് അവൻ വൈകുന്നേരം 3:30 മണിക്ക് 4 മണിക്ക് ഊണ് കഴിക്കും. ഗോപാലകൃഷ്ണൻ ഒറ്റയ്ക്ക് ഒരു ചോറ് കഴിക്കുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, 36 വർഷം എന്റെ ഭാര്യ എനിക്ക് വിളമ്പി തന്ന് ഒരുമിച്ച ഭക്ഷണം കഴിക്കുക. ആ ദിവസം ഇനി വരില്ല. അതുകൊണ്ട് ഞാൻ തൊടുകൈയോടെ നിർദ്ദേശിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കുടുംബജീവിതം എത്ര കാലം സാധിക്കുന്ന അറിഞ്ഞൂടാ. അത് അനുഭവിക്കുന്നവനാ ഗോപാലകൃഷ്ണൻ. ഞാൻ 7 മേജർ ഓപ്പറേഷൻ, ഒരു 9 വർഷത്തെ ആശുപത്രിവാസം സമയത്ത് ഗോപാലകൃഷ്ണൻ ഭാര്യയെ പരിചരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് കുറ്റബോധമില്ല. എന്നാലും ഡൽഹിയിലേക്ക് ആരെങ്കിലും പോയാൽ അവരെന്തെങ്കിലും തിരിച്ചു വരും. അമേരിക്കയിൽ പോയാൽ തിരിച്ചു വരും. പക്ഷെ ഈ ലോകത്തുനിന്ന് പോയ എന്റെ ഭാര്യ തിരിച്ചു വരില്ലല്ലോ, തിരിച്ചു വരില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം, ആ ബന്ധം, എന്ത് വാശിയുണ്ടെങ്കിലും പകയുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും എന്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളെ, ആ കുടുംബ ജീവിതത്തിന്റെ സുഖം സന്തോഷം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടില്ല, തിരിച്ചു വരില്ല, ഉറപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സംസ്കാരത്തിന് ധന്യമാകുന്ന ഒരു ജീവിതം ആഹ്ലാദത്തോടുകൂടിയ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇരുന്ന ഈ പ്രഭാഷണമോ തിരുവാതിരക്കളിയോ അതിന് ശേഷമുള്ള എന്തോ അത് ആസ്വദിക്കുന്ന ആ ഒരു ജീവിതം മറ്റന്നാളെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല, അടുത്ത ആഴ്ച കിട്ടിയെന്ന് വരില്ല, അടുത്ത മാസം കിട്ടിയെന്ന് വരില്ല. പലതും നഷ്ടപ്പെട്ടത് ഗോൺ ഫോർ എവർ, ഇറ്റ് വിൽ നോട്ട് കം ബാക്ക്. അതേപോലെ ഈ സംസ്കാരം, നമ്മുടെ രാമായണം, നമ്മുടെ മഹാഭാരതം കേൾക്കുക, മക്കൾക്ക് കുറെ പറഞ്ഞു കൊടുക്കാം. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എ ഫോർ ആര്യഭട്ട, എ ഫോർ അജന്ത, ബി ഫോർ ഭാസ്കര, സി ഫോർ ചാണക്യ എന്നും പറഞ്ഞു കൊടുക്കാം. നല്ല പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കാം, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം, നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇൻവെസ്റ്റ് യുവർ ടൈം, എനർജി, വെൽത്ത്, നോളജ് ഓൺ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ സമയം
ഊർജം, സമ്പത്ത്, അറിവ് മക്കൾക്ക് പകർന്നു കൊടുക്കുക, മക്കൾക്ക് പകർന്നു കൊടുക്കുക, മക്കൾക്ക് പകർന്നു കൊടുക്കുക. അവര് ലോകത്തിനും സമൂഹത്തിനും നിങ്ങൾക്കും പ്രയോജനപ്രദമായിട്ടുള്ള ധന്യജന്മമായി തീരട്ടെ. തീർച്ചയായിട്ടും അതേപോലെ നമ്മുടെ രാഷ്ട്രം, പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ ഭൂതകാലം, പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ വർത്തമാനകാലം നിങ്ങൾ അറിയുക, നിങ്ങൾ അറിയുക. ചിലപ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു നോബൽ സമ്മാനം കിട്ടിയാൽ, സംശയമാണ്, അതൊരു കഥയാണ്, യഥാർത്ഥത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, എന്നാലും അതൊരു അഭിമാനകരമായ കാര്യമാണ്. മാത്രമല്ല, ലോകത്തിലെ 5ാമത്തെ ശക്തിയായി ഭാരതം മാറി. ഇന്ന് ഇംഗ്ലണ്ട് ഭരിക്കുന്നത് ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരന്റെ അമ്മായിയമ്മയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ നടു റോട്ടിൽ ഇരുന്നുകൊണ്ട് പൊങ്കാലയിട്ടത്. ആ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയുടെ ഭാര്യയുടെ അമ്മ, നാരായണമൂർത്തിയുടെ ഭാര്യ. അമേരിക്ക ഭരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഇന്ത്യക്കാരിയാണ്. അമേരിക്കയിലെ കമേഴ്ഷ്യൽ സെക്രട്ടറി, അമേരിക്കയിലെ പ്രഗത്ഭരായവര് ഡൽഹിയിൽ വന്ന് ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇഞ്ചി ചായ കഴിച്ചു. ജർമ്മനിയിലെ ഭരണാധികാരി ബാംഗ്ലൂരിലെ റോഡിലൂടെ നടന്ന തട്ടുകടയിൽ നിന്ന് ഉഴുന്നുവടയും ചായ കഴിച്ചു. ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്ന് ഹോളി കളിച്ചു. അവർക്ക് ഭാരതം എന്ന സങ്കല്പം തിരിച്ചു വരുന്നു. എന്റെയും നിങ്ങളുടെയും രാഷ്ട്രം, എന്റെയും നിങ്ങളുടെയും രാഷ്ട്രം സമുജ്വലമായി തിരിച്ചു വരുന്നു. യഥാർത്ഥത്തില് ശങ്കരാചാര്യനെ പൂജിച്ചതിന് ശേഷം INS വിക്രാന്ത ഉദ്ഘാടനം ചെയ്ത ഒരു പ്രധാനമന്ത്രി, ദ്രോണാചാര്യ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാതാമൃതാനന്ദമയ്യെ കാണാൻ വന്ന പ്രസിഡന്റ്. അതാണ് ഭാരതം. ശങ്കരാചാര്യ പ്രതിമ കാലടിയിൽ പൂജിച്ചതിന് ശേഷം നേരെ പോയത് INS വിക്രാന്ത് ഉദ്ഘാടനം ചെയ്യാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. INS ദ്രോണാചാര്യ അതിശക്തമാക്കി അവാർഡ് കൊടുത്ത മാതാമൃതാനന്ദമയുടെ അടുത്ത് പോയി ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു. ഇതാണ് ഭാരതം. യഥാർത്ഥത്തിൽ സുദർശന ചക്രധാരിയായ കൃഷ്ണനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചൈനീസ് ബോർഡറിൽ നിൽക്കാൻ പട്ടാളക്കാരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഗംഗാജലം കുടിക്കാൻ പാകത്തിന് ശുദ്ധീകരിച്ചു. ഇന്നലത്തെ പ്രോജക്റ്റ് കൂടി കഴിഞ്ഞപ്പോ സിന്ധു നദി വെള്ളം ഭാരതത്തിലേക്ക് വരുന്നു. ഭൂമി കുലുക്കമുണ്ടായപ്പോ തുർക്കിയില് സഹായവുമായി എത്തി. ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയോടും ജനങ്ങളോടും ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞൊരു വരിയുണ്ട്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. നിങ്ങൾ കേട്ടോന്നിരിക്കാൻ പറഞ്ഞുകൂടാ, ആർക്കത് മനസ്സിലായി എന്ന് പറഞ്ഞുകൂടാ. ശ്രീലങ്കക്കാരോട് പറഞ്ഞതാ, നമ്മൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. താലിബാനിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ചൈനയിലേക്ക് പശയുള്ള അരി നമ്മളാ കൊടുക്കുന്നത്, അമേരിക്കയിലേക്ക് പെട്രോൾ നമ്മൾ റിഫൈൻ ചെയ്ത് അയക്കുന്നു. നമ്മൾ മാറി. ഭാരതം അതിശക്തമായി മാറുന്നു. അഭിമാനാർഹമായ മാറ്റം. എന്റെയും നിങ്ങളുടെയും രാജ്യം. ഭാരതത്തിലെ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പാകിസ്ഥാൻകാരൻ പറയുന്നു. മറ്റൊരു പാകിസ്ഥാൻകാരൻ പറഞ്ഞു, ഭാരതത്തിൽ കാല് വെക്കുമ്പോ
ഒരു വികസിത രാഷ്ട്രത്തിന്റെ ഞെട്ടലോടുകൂടിയ ഞാൻ ഇന്ത്യയെ കാണുന്നത്. പണ്ട് പറഞ്ഞതല്ല, ഇന്നലെ പറഞ്ഞതാണ്. മിനിഞ്ഞാന്ന് രാവിലെ റഷ്യ ഇന്ത്യയോട് 50 ട്രാക്ടർ വേണം, 50 ട്രാക്ടർ വയലുണ്ട. മിനിഞ്ഞാന്ന് പറഞ്ഞു, ഇന്നലെ ഇവിടുന്ന് അയച്ചു 50 ട്രാക്ടർ, 8 യുദ്ധവിമാനങ്ങളും 143 സോൾജേഴ്സും ഒരുമിച്ച് സൗദി അറേബ്യയിൽ ഇറങ്ങി വൻ സ്വീകരണം. ലോകത്തിലെ ഒരു രാജ്യത്തിലേക്കും 8 എയർഫോഴ്സ് വിമാനം ഒരുമിച്ച് ഇറങ്ങാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. കൊടുത്താൽ അത് ഡേഞ്ചറസ് ആണെന്ന് അവർക്കറിയാം. പക്ഷേ ഭാരതത്തിന്റെ മഹത്വം ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാരതം, എന്റെ ഭാരതം, അതിന്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്തെ കുറിച്ച് ചിന്തിക്കുക. അഭിമാനത്തോടുകൂടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുക, ശരീരത്തെ വളർത്തുക, കുടുംബ ബന്ധം ദൃഢമാക്കുക, സമൂഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക. രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്തിന് വേണ്ടി ചൈതന്യമായിട്ട് പ്രവർത്തിക്കുക. മുമ്പോട്ട് പ്രയാണം ചെയ്യുക. നഷ്ടബോധവും കുറ്റബോധവും ഇല്ലാത്തൊരു ജീവിതം, അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വെച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും നന്മയിലേക്ക് വരുത്താൻ, ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു ഭാരതീയനായി ജീവിക്കാൻ, ഒരു ഭാരതത്തിൻ്റെ അഭിമാനം ലോകത്തിൽ അറിയിക്കാൻ, പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ, ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന ഗോപാലകൃഷ്ണൻ ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്തൃബന്ധം, മാതൃപിതൃപുത്രപുത്രി ബന്ധം ദൃഢമാക്കുക. വീട്ടിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അക്കോമഡേഷൻ. വീട്ടിനകത്ത് അക്കോമഡേഷൻ. ഓരോ ദിവസവും ധന്യമായ ദിവസമായി മാറട്ടെ. ഇങ്ങനെ ഒരു വേദിയിൽ ഇന്ന് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തില്ല. ഉറപ്പ് ഇവിടെ വെച്ച് നിർത്തില്ല. കാരണം അത്രയ്ക്കും ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതാണ്. ഒരാൾ പോലും കൂട്ടുവായ വിട്ടിട്ടില്ല, ഒരാൾ പോലും വാച്ച് നോക്കിയില്ല. അന്നദാനമില്ല എന്നറിയുന്നൊരു സദസ്സാണ് ഇരിക്കുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. നീ വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അതിൻ്റെ ബുദ്ധിമുട്ട് പോലും മുഖത്ത് തെളിയാതെ ഇരുന്ന നിങ്ങളോട് അഹം എന്ന സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ഞാനും പറയുന്നു, നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു. എന്നെ പ്രഭാഷണത്തിന് ക്ഷണിച്ച ക്ഷേത്ര ഭാരവാഹികളോടോ അല്ല, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയാവുന്നതെല്ലാം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ആകാശത്തിൽ നിന്ന് അതെല്ലാം കേൾക്കുന്നുണ്ടാവും. എൻ്റെ അമ്മയോടോ അച്ഛനോടോ എന്നെ ഈ പ്രഭാഷണത്തിൽ ക്ഷണിച്ച ക്ഷേത്ര ഭാരവാഹികളോടോ ഇത്രയും ശ്രദ്ധയോടുകൂടി ഗോപാലകൃഷ്ണൻ്റെ സിമ്പിൾ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഇരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു സജഷൻ കൂടി, ഒറ്റ വരിയിൽ പുഴ മുതൽക്ക് പുഴ വരെ എന്ന സിനിമ നിങ്ങൾ കാണണം. കേരളത്തിലെ ഹിന്ദുക്കൾക്ക്, ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഇനി ഒരു അബദ്ധം ജീവിതത്തിൽ പറ്റരുത്. അതിനുവേണ്ടി മാത്രം ആസ്വദിക്കാനുള്ള സിനിമയല്ല, അറിയാനുള്ള സിനിമ. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ ധന്യമാക്കുക
എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ കൊടുക്കുക. ഒരു പുണ്യക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ പ്രഭാഷണത്തിന് ശേഷം വേറൊരു പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ഇവിടെ വന്ന് ഇതുപോലൊരു ക്ലാസ് എടുക്കാൻ ഈ ക്ഷേത്രത്തിലെ ധന്യമായ മൂർത്തിയും എൻ്റെ മാതാപിതാക്കളും ഋഷിവര്യന്മാരും ഭാരതമാതാവും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അറിവ് രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും വേണ്ടി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം ആയി തീരട്ടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം.